തിങ്കളാഴ്ച രാത്രി ചെങ്കോട്ടയ്ക്ക് സമീപം 8 പേരുടെ മരണത്തിനും നിരവധി പേർക്ക് പരിക്കേൽക്കുവാനും കാരണമായ സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് പൊട്ടിത്തെറിച്ച ഹ്യുണ്ടായി i20 കാർ ഓടിച്ചുകൊണ്ടിരുന്ന പ്രതിയുടെ ആദ്യ ചിത്രം പുറത്തുവന്നു. ഫരീദാബാദ് ഭീകര സംഘടനയിലെ അംഗമായ മുഹമ്മദ് ഉമർ എന്ന് സംശയിക്കുന്ന തീവ്രവാദിയാണ് കാർ ഓടിച്ചതെന്നാണ് സൂചന. ഇയാൾ ഫരീദാബാദിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായി ജോലി ചെയ്തിരുന്നു. കഴിഞ്ഞയാഴ്ച അറസ്റ്റിലായ അനന്തനാഗിലെ ഡോക്ടറായ അദിൽ അഹമ്മദ് റാത്തറുമായി ഉമറിന് അടുത്ത ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. റാത്തറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ തുടർന്ന് നടന്ന അറസ്റ്റുകളെ തുടർന്നുള്ള പരിഭ്രാന്തിയിൽ ഉമർ തന്റെ 2 കൂട്ടാളികളോടൊപ്പം ചേർന്ന് ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നു. ഉയർന്ന തീവ്രതയിലുള്ള ഈ സ്ഫോടനത്തിനായി അമോണിയം നൈട്രേറ്റ് ഫ്യൂവൽ ഓയിൽ ഉപയോഗിച്ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ പ്രകാരം തിങ്കളാഴ്ച വൈകുന്നേരം 6:52 സ്ഫോടനം നടക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. ചെങ്കോട്ടയ്ക്കടുത്തുള്ള സുനേഹ്രി മസ്ജിദിന് സമീപം ഏകദേശം 3 മണിക്കൂറോളം വാഹനം പാർക്ക് ചെയ്തിരുന്നു. 3:19 പാർക്കിംഗ് സ്ഥലത്തേക്ക് പ്രവേശിച്ച കാർ 6:48 പുറത്തു കടക്കുകയും തൊട്ടു പിന്നാലെ സ്ഫോടനം നടക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളിൽ ആദ്യം ഡ്രൈവറുടെ മുഖം വ്യക്തമായി കാണാമെങ്കിലും കാർ മുന്നോട്ടു പോകുമ്പോൾ മാസ്ക് ധരിച്ച ഒരാളെയാണ് ഡ്രൈവിംഗ് സീറ്റിൽ കാണുന്നത്. വാഹനം കൈമാറ്റം ചെയ്ത് ഒടുവിൽ ഫരീദാബാദ് ഭീകര മൊഡ്യൂളിലെ അംഗമായ താരിഖിന്റെ പേരിലും തുടർന്ന് മുഹമ്മദ് ഉമറിന്റെ പേരിലുമാവുകയായിരുന്നു. നിലവിൽ ഡൽഹി പോലീസ് 13-ലധികം പേരെ ചോദ്യം ചെയ്യുന്നുണ്ട്. കാർ വിൽപ്പനയുടെ വഴികൾ കണ്ടെത്തുവാൻ അന്വേഷകർ ശ്രമിക്കുമ്പോൾ സ്ഫോടന സമയത്ത് വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയെ തിരിച്ചറിയുവാൻ DNA പരിശോധന നടത്തും. സ്ഫോടന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത 8 മൃതദേഹങ്ങളിൽ 6 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഡൽഹി പോലീസ് അൺലോഫുൾ ആക്ടിവിറ്റീസ് ആക്ടിലെ സെക്ഷൻ 16, 18 എന്നിവയും എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 3, 4 എന്നിവയും കൊലപാതകം, വധശ്രമം എന്നീ കുറ്റങ്ങളും FIRൽ ചുമത്തിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ഡൽഹിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും നഗര അതിർത്തികളിലെ സുരക്ഷ ശക്തമാക്കുകയും വാഹന പരിശോധന കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്.